പ്രാർത്ഥനയോടെ നമുക്ക് ആരാധന ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിൻ്റെ ഈ സന്ധ്യയിൽ നോമ്പ് ആരാധനയുടെ 29-ാം ദിവസം ഞങ്ങൾക്ക് ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടുവാനും ഞങ്ങളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുവാനും ദൈവം കൃപ നൽകിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ തിരുകൃപ ഞങ്ങളുടെ മേൽ പകർന്ന് അങ്ങയുടെ മുഖപ്രകാശ രക്ഷ അങ്ങ് ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ആദരിക്കണമേ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ ആലയത്തിലായിരിക്കുന്ന അങ്ങയുടെ മക്കൾ എല്ലാവരെയും ദൈവം കാത്തുരക്ഷിക്കണമേ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നോമ്പ് ആരാധന കർത്താവിൻ്റെ നാമമഹത്വത്തിന് കാരണമായി തീരുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ. നോമ്പിൻ്റെ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ 116-ാമത്തെ ഗീതം, ഇന്ന് പകൽ മുഴുവൻ കരുണയോടെന്നെ സൂക്ഷിച്ചവനെ എന്നാരംഭിക്കുന്ന 116-ാമത്തെ ഗീതം കോയറിനോട് ചേർത്ത് പാടാം. നിൽക്കുമ്പോൾ തന്നെ സങ്കീർത്തനം പ്രതിവാക്യമായി വായിക്കും. അത് കഴിഞ്ഞ് ലേഖന വേദഭാഗം, അതിനെ തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നമുക്കൊരുങ്ങാം. സങ്കീർത്തനങ്ങൾ 122 വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനങ്ങൾ 122.
യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. യെരൂശലേമേ, ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിലുകൾക്കകത്ത് നിൽക്കുന്നു. തമ്മിലിണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരൂശലേമേ, അവിടേക്ക് ഗോത്രങ്ങൾ യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന് സാക്ഷ്യത്തിനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യാൻ കയറി ചെല്ലുന്നു. അവിടെ ന്യായാസനങ്ങൾ ദാവീദ് ഗൃഹത്തിന്റെ ന്യായാസനങ്ങളിൽ തന്നെ ഇരിക്കുന്നു. യെരൂശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പിൻ, നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈരമായിരിക്കട്ടെ. നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സ്വൈരവും ഉണ്ടാകട്ടെ. എന്റെ സഹോദരന്മാരും കൂട്ടാളികളും നിമിത്തം നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. ചേർന്ന് വായിക്കാം. നമ്മുടെ ദൈവമായ യഹോവയുടെ ആലയം നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യം ഇപ്പോഴും പ്രകാരം തന്നെ ആമേൻ. ഇരിക്കാം. ലേഖനഭേദം വായിക്കുവാനായി നൽകിയിരിക്കുന്ന ലേഖനവേദഭാഗം എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 7 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധിപ്പിൻ. എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 7 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചുകൊണ്ടു പോകരുത്. ആചരിച്ചു പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ല, കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത്. കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിനും പുറത്തു വച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ. വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന ആദരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ. അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. പാപിയനുള്ളിൽ ന്യായങ്ങൾ വാദിച്ചുണർത്തിടുകായൻ, പാപവഴികൾ തോന്നിക്കുക വേഗമേ. പാപവഴികൾ തോന്നിക്കുക പരിശുദ്ധാത്മനേ. ശക്തിയേറും ദൈവമേ, വന്നു രക്ഷിക്കണമേ വേഗമേ. പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ വാഴ്ത്തപ്പെട്ട നല്ല സ്വർഗീയ പിതാവേ, അപ്പോൾ ഈ മനോഹരമായ സമയത്തിനായി സ്തുതിക്കുന്ന അപ്പച്ചാ, സ്തോത്രം ചെയ്യുന്ന ദൈവമേ, ഞങ്ങളെ ഈ ഒരു ദിവസം കൂടെ നിർത്തിയിരിക്കുന്ന കൃപയോർത്ത് സ്തുതിക്കുന്നു ദൈവമേ. മധ്യസ്ഥ പ്രാർത്ഥന ദൈവമേ ഞങ്ങളുടെ ജീവിതങ്ങളിലായിരിക്കുമ്പോൾ തന്നെ ദൈവമേ, ഇന്ന് എനിക്ക് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് എൻ്റെ വേദനകൾക്ക് എൻ്റെ സമാധാനം തരുന്ന ഒരു സമയമായിരിക്കാൻ ദൈവം സഹായിക്കണമെന്ന് ഓരോ അങ്ങയുടെ മക്കളും പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ് കർത്താവേ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അനേക വേദനകളുണ്ട്, പ്രയാസമുണ്ട്. എനിക്ക് നേടിയെടുക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് കർത്താവേ. എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ യാത്രകൾ, അപ്പോൾ എല്ലാത്തിലും അങ്ങനെക്ക് മറുപടി തരുന്ന ഒരു സമയമാണ് എൻ്റെ ഓരോ പ്രാർത്ഥനകളെന്നും. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കുന്ന നിമിഷത്തിലാണ് ഞങ്ങളായിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ആരല്ലയോ ഇതമേ അങ്ങയുടെ സന്ധിയിൽ ഭാരത്തോടെ, സങ്കടത്തോടെ, അപ്പോൾ എനിക്ക് ഇന്നെങ്കിലും
ശമനം കിട്ടുമോ ആ വേദനയ്ക്കെന്ന് ദൈവമേ വിചാരിച്ച് ദൈവമേ എൻ്റെ പ്രയാസങ്ങൾക്ക് എൻ്റെ ദൈവമേ ഓരോ കാര്യങ്ങൾക്കും കർത്താവെ ഞാൻ നേർന്നത് ദൈവമേ ഞാൻ പറഞ്ഞത് ഒക്കെ ദൈവമേ അങ്ങനെക്ക് അതൊരു നന്മയായിട്ട് തരണം എന്ന് ദൈവമേ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷത്തിൽ അപ്പൻ്റെ കൃപ ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ ആരെല്ലാം ദൈവമേ അങ്ങയുടെ സന്ധിയിൽ ദൈവമേ സങ്കടത്തോടെ പ്രയാസത്തോടെ വരുന്നോ, അങ്ങ് ആ പ്രാർത്ഥന കേൾക്കുന്ന ഒരു മഹാദൈവം എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. അപ്പോൾ ഞങ്ങളുടെ എത്ര കടിഞ്ചുവപ്പായ ദൈവമേ പാപമായിരുന്നാലും അങ്ങ് ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു ദൈവം. ദൈവമേ യോന പറഞ്ഞതുപോലെ അങ്ങ് ദൈവമേ അപ്പാ ദീർഘക്ഷമയും മഹാദൈവമുള്ള ഒരു ദൈവമെന്ന് ഞാൻ അറിയുന്നു എന്നും അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുന്ന ദൈവമാണെന്ന് ദൈവമേ ഓർത്തുകൊണ്ട് തന്നെ ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ സന്നിധിക്ക് ദൈവമേ പ്രാർത്ഥനയോടെ വരുവാണ്. അപ്പൻ അനുഗ്രഹിക്കണം. ഓരോ മക്കളിലും അപ്പൻ്റെ കൃപ കൂടെ ഇരിക്കണം കർത്താവ്. ഞങ്ങളുടെ കുഞ്ഞു മക്കളെ തരുന്നു അങ്ങ് അനുഗ്രഹിക്കണം, ആശീർവദിക്കണം കർത്താവ്. ദൈവമേ ബാലപീഠകളിൽ നിന്നെല്ലാം അങ്ങ് വിടുവിച്ച് പ്രിയ മക്കളെ ദൈവമേ അനുഗ്രഹത്തോടെ ദീർഘായുസോടുകൂടി അവരുടെ വിദ്യാഭ്യാസത്തിൽ അവരുടെ ഓരോ കാര്യങ്ങളിൽ അപ്പൻ്റെ കൃപ ഇറങ്ങണം. ദൈവമേ അപ്പൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങളുടെ ബാലജന സഖ്യ സംഘടനയെ ഓർക്കുന്നു, അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ അപ്പം യൗവന മക്കളെ തരുന്നു, അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും തരുന്നു കർത്താവെ. ഇന്ന് ദൈവമേ ഞങ്ങൾ നോക്കുവാണെങ്കിൽ ദൈവമേ വെറും 1-2 മാസങ്ങൾ തൊട്ട് എത്രയോ മക്കൾ, ആയിരക്കണക്കിന് മക്കൾ ദൈവമേ MDMA പിടിയിലും കൊച്ചി എന്ന് പറയുന്ന മഹാനഗരത്തിൽ അതുപോലെ എത്രയോ സ്ഥലങ്ങളിലായിരിക്കുന്ന ദൈവമേ ഞങ്ങൾ ഒരു മക്കൾ പോലും ദൈവമേ മയക്കുമരുന്നിനും മദ്യത്തിനും ഒന്നും അടിമപ്പെടാതെ എൻ്റെ പൊന്ന് ദൈവം അനുഗ്രഹിച്ച് ആശീർവദിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. പൈതങ്ങളുടെ യാത്രകളിൽ കൂടെ ഇരിക്കണം ദൈവമേ, അങ്ങ് അനുഗ്രഹിച്ച് ദീർഘായുസോടെ പരിപാലിക്കണം. വിദ്യാഭ്യാസങ്ങളിൽ ഏറ്റവും നല്ല നിലകളിലായിരിക്കാൻ, നല്ല എക്സ്പോഷറുള്ള മക്കളായിട്ട് തന്നെ പ്രിയ മക്കളായിരിക്കാൻ ദൈവമേ ഓരോ നിലകളിലായിരിക്കുമ്പോൾ അവർ വേറിട്ട വ്യക്തിത്വങ്ങളായിരിക്കാൻ അപ്പനെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അനുഗ്രഹിക്കണം കർത്താവെ. ഞങ്ങളുടെ മാതാപിതാക്കളെ തരുന്നു, അനുഗ്രഹിച്ച് ആശീർവദിക്കണം. അവരുടെ യാത്രകൾ പോക്കിൽ വരവിലെല്ലാം ദൈവകൃപ കൂടെ ഇരിക്കണം ദൈവമേ. വാർദ്ധക്യത്തിലും ഫലം കായ്ക്കുന്ന മക്കളായിട്ട് ഒത്തിരി ദൈവമേ ബാലാരിഷ്ടതകൾ ദൈവമേ അവരുടെ വാർദ്ധക്യത്തിൽ ഒത്തിരി ദൈവമേ ബലഹീനതകൾ വരുന്നുണ്ട് കർത്താവെ. അങ്ങ് അനുഗ്രഹിക്കണം. അത് സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ അതുണ്ടാകും കർത്താവെ. അതെല്ലാം ദൈവമേ യുക്തിയോടുകൂടി ദൈവമേ ശക്തിയോടുകൂടി തന്നെ അതെല്ലാം ഞങ്ങൾക്ക് തരണം ചെയ്യുവാനുള്ള കൃപ ദൈവമേ തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ജോലി സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ദൈവമേ വലുതും ചെറുതുമായിട്ട് ഒത്തിരി ജോലികൾ ചെയ്യുന്ന മക്കളുണ്ട് ഞങ്ങളുടെ ചർച്ചിൽ. എല്ലാ മക്കളെ അനുഗ്രഹിച്ച് അവരുടെ ഉപജീവനത്തിൽ അപ്പൻ്റെ കൃപ കൂടെ ഇരിക്കണം. ഒത്തിരി സാമ്പത്തിക മാന്യത ദൈവമേ, സാമ്പത്തികമായിട്ടുള്ള പണപ്പെരുപ്പം ഒത്തിരി കൂടുതലാണ് കർത്താവെ. ഇന്ന് ലോകത്തിൽ യുദ്ധങ്ങളും യുദ്ധക്കെടുതികളും ഒക്കെ വരുമ്പോൾ ദൈവമേ അതെല്ലാം ദൈവമേ അത് വിധത്തിൽ തരണം ചെയ്ത് ദൈവമേ ഞങ്ങൾക്ക് എനർജിയുടെ പ്രയാസങ്ങളുണ്ട് കർത്താവെ. പല മേഖലകളിലും റിസോഴ്സ് ദൈവമേ കിട്ടാത്ത അനുഭവമായിരിക്കും. ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ദൈവമേ, അതേപോലെ തന്നെ കർത്താവെ പെട്രോളിൻ്റെയോ ഡീസലിൻ്റെയോ ഒക്കെ ദൈവമേ എല്ലാ എനർജി റിസോഴ്സസും ഇല്ലാത്ത ഒരു അവസരത്തിലാണ് ഞങ്ങളായിരിക്കുന്നത് കർത്താവെ. എവിടെയെല്ലാം അപ്പൻ്റെ കൃപ കൂടെ ഇരുന്ന് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കൊയറിനെ തരുന്നു, അനുഗ്രഹിക്കണം കർത്താവ്. ഞങ്ങളുടെ അച്ഛന്മാരെ തരുന്നു, അവരുടെ കുടുംബജീവിതത്തെ തരുന്നു, അവരുടെ ദൈവമേ അവരുടെ കുടുംബജീവിതത്തെ അവരുടെ ശുശ്രൂഷകളിലെയും അപ്പൻ്റെ കൃപ കൂടെ ഇരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കമ്മിറ്റി തരുന്നു കർത്താവെ, അനുഗ്രഹിക്കും. ഞങ്ങളുടെ സൺഡേ സ്കൂളിനെ തരുന്നു, അങ്ങ് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതേപോലെ ഞങ്ങളുടെ കമ്മിറ്റി അംഗങ്ങൾ ദൈവമേ, അതേപോലെ ദൈവമേ വിമൻസ് ഫെലോഷിപ്പ് എല്ലാത്തിലും അപ്പൻ്റെ കൃപയും സാന്നിധ്യവും കൂടെ ഇരുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണം. ഇന്ന് ഇവിടെ ആയിരിക്കുന്ന ഓരോ മക്കളെയും തരുന്ന കർത്താവെ, അവരുടെ ഭാരങ്ങൾ പ്രയാസങ്ങൾ എന്ത് പ്രയാസത്തിലൂടെയാണോ ഇന്നായിരിക്കുന്നത്, എനിക്കിതൊരു വലിയ വിടുതലായി. എനിക്ക് നോമ്പ് കാലത്ത് ഞാനിവിടെ വന്നത് പ്രാർത്ഥിച്ചത് എൻ്റെ നോമ്പ് വൃഥാവായില്ല ദൈവമേ. ഒരു ദിവസമെങ്കിലും ഞാനത് നോമ്പായിട്ടെടുത്തത് അത് വൃഥാവായില്ലെന്ന് പറയുവാൻ എൻ്റെ ദൈവമിടയാക്കണം. ഇന്ന് ഞങ്ങൾ കേൾക്കാൻ പോകുന്ന വചനത്തെ തരുന്ന് അനുഗ്രഹിക്കണം. തുടർന്നുള്ള ഞങ്ങളുടെ ശുശ്രൂഷകളെ ഓർക്കുന്നു കർത്താവ്. ഞങ്ങൾ ഈ ലോകത്തിലോട്ട് കടന്നു പോകുമ്പോൾ തിന്മയായിട്ട് കാണുവാനും നന്മയായിട്ട് തന്നെ കാണുവാൻ അപ്പനെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണം. ഞങ്ങൾ പരിശുദ്ധാത്മാവുള്ള മക്കളായിട്ട് തന്നെ ആയിരിക്കാൻ ദൈവമേ, പിശാചിന് അടിമപ്പെടാതെ പരിശുദ്ധാത്മാവിൻ്റെ ദൈവമേ അനുഭവത്തിലായിരിക്കാൻ ദൈവം അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. അങ്ങ് അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം സ്തുതിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുയിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണം. രാജ്യവും ശക്തിയും മഹത്വവും നീക്കുള്ളതല്ലോ. ആമേൻ ആമേൻ. ഈ സമയത്ത് 70-ാമത്തെ ഗീതം വീശുക ദൈവാത്മാവേ സ്വർഗീയമാം ആവിയെ വീശണമേ. 70-ാമത്തെ ഗാനം പാടുമ്പോൾ സ്തോത്ര കാഴ്ച സ്വീകരിക്കും.
ജനത്തിന്മേൽ വീശിടുക ലാവണ്യനാദമോടെ. ജീവന്റെ വൃക്ഷങ്ങൾ പൂത്തു കായ്ക്കുവാൻ ദൈവത്തെ പുകഴ്ചയ്ക്കാം. ജീവന്റെ വൃക്ഷങ്ങൾ പൂത്തു കായ്ക്കുവാൻ ദൈവത്തെ പുകഴ്ചയ്ക്കാം. സ്നേഹത്തിൻ പാലകനെ നിൻ കാറ്റിനാൽ സ്നേഹാഗ്നി ജ്വലിപ്പിക്കാം. ഈഹാനിൻ ശിഷ്യരിൽ യേശുനാമത്തിൻ മഹത്വം കണ്ടിടുവാൻ. ഈഹാനിൻ ശിഷ്യരിൽ യേശുനാമത്തിൻ മഹത്വം കണ്ടിടുവാൻ. ചാവിന്റെ പുത്രന്മാരെ നിൻ ശ്വാസത്താൽ ജീവിപ്പിച്ചുണർത്തുകേ. ദൈവത്തിൻ രാജ്യവും നീതിയും സത്യസേവയും തേടിടുവാൻ. ദൈവത്തിൻ രാജ്യവും നീതിയും സത്യസേവയും തേടിടുവാൻ. വിശുദ്ധമോചനവും തൻ വിശുദ്ധ ക്രൂശിന്റെ രഹസ്യവും വിശ്വസിച്ചവനും ഉള്ളിലുടനെ വിശ്രമം കണ്ടെത്തുവാൻ. വിശ്വസിച്ചവനും ഉള്ളിലുടനെ വിശ്രമം കണ്ടെത്തുവാൻ. ശക്തിയിൻ ആത്മാവു നീ, ദൈവികമാം ഭക്തിയിൻ ദാതാവു നീ. മുക്തി ഭൂമിയിൽ നൽകുന്നോൻ ക്രിസ്തൻ രക്തത്തിൽ ആശ്രയിച്ച. മുക്തി ഭൂമിയിൽ നൽകുന്നോൻ ക്രിസ്തൻ രക്തത്തിൽ ആശ്രയിച്ച. വിശുദ്ധ ഭൂമിയെങ്ങും വരേണ്ടതും ക്ലേശപ്രദേശത്തിലും നാശത്തിൻ പാശങ്ങളാകെ നീതി വാസിച്ചു വാഴും വരെ. നാശത്തിൻ പാശങ്ങളാകെ നീതി വാസിച്ചു വാഴും വരെ. അർപ്പിച്ചിരിക്കുന്ന സ്തോത്ര കാഴ്ച കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, ഇന്ന് ഞങ്ങൾക്ക് ആലയത്തിൽ വന്ന് കാഴ്ച അർപ്പിക്കുവാൻ ദൈവം കൃപ നൽകിയല്ലോ. അർപ്പിച്ചവരെയും അർപ്പിക്കേണ്ടവരെയും ഒരുപോലെ ദൈവം ആശീർവദിക്കണമേ. ആകാശത്തിലെ കിളിവാലത്തും സമൃദ്ധമായ നന്മയും അനുഗ്രഹവും പ്രിയപ്പെട്ടവർക്ക് നൽകി ആദരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കാഴ്ച അങ്ങ് സ്വീകരിക്കുന്നതിനായി സ്തോത്രം. ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ. ഈ സമർപ്പിച്ച കാഴ്ച അതിലൂടെ ഞങ്ങളെ മുഴുവനും സമർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നോമ്പ് ആരാധനയുടെ 29-ാം ദിവസം നമുക്ക് ഒരുമിച്ച് ഈ ആലയത്തിലായിരുന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, ദൈവവചനം വായിക്കുവാൻ, ദൈവിക കൃപ പ്രാപിപ്പാൻ ദൈവം സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. എല്ലാവരെയും ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പാഠമായി വായിച്ചു കേട്ട എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യമാണ് നമ്മുടെ ചിന്തയ്ക്കെടുത്തിരിക്കുന്ന വേദഭാഗം. എബ്രായർക്ക് ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. ആകയാൽ നാം യേശുവിൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് യേശുവിൻ്റെ അടുക്കൽ ചെല്ലുക. ആകയാൽ നാം യേശുവിൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് യേശുവിൻ്റെ അടുക്കൽ ചെല്ലുക. പ്രാർത്ഥിക്കാം. കർത്താവേ, വചനം അങ്ങാണ്. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വചനത്തെ ധ്യാനിക്കുവാൻ, അങ്ങേ ധ്യാനിക്കുവാൻ ദൈവം കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കുന്ന അടിയനെയും അത് കേൾക്കുന്ന ഞങ്ങളെയും ഒരുപോലെ ആശീർവദിച്ച് അനുഗ്രഹിക്കും. പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ഞങ്ങളെ വഴി നടത്തും. ദൈവകൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കും. ഞങ്ങൾ വചനം ധ്യാനിക്കുമ്പോൾ അതിൻ്റെ
അതേ അർത്ഥത്തിൽ ഞങ്ങളത് മനസ്സിലാക്കുവാൻ ദൈവമേ സഹായിക്കണമേ. ദൈവകൃപ ഞങ്ങളിൽ വ്യാപരിപ്പാനിടയാക്കണം. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. അനേക പ്രാവശ്യം നാം മനഃപ്പാഠമായിരിക്കുന്ന വാക്യമാണ് ഈ 13-ാമത്തെ വാക്യം. നാം പാളയത്തിന് പുറത്ത് ചെല്ലുക. ഇരിക്കുന്ന കംഫർട്ട് സോൺ വിട്ട് താഴ്ചയിലായിരിക്കുന്ന, പാളയത്തിന് പുറത്ത് കഷ്ടം അനുഭവിക്കുന്നവരുടെ അടുക്കൽ യേശു പോയതുപോലെ പോവുക. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനികളായ നമുക്ക് ഒരു യാഗപീഠമുണ്ട്. ഇത് പറയുവാൻ കാരണം, യാഗപീഠത്തിൽ യാഗം കഴിച്ച മാംസം കഴിക്കുന്നതിനാൽ ആത്മീകമായ ചില ഗുണങ്ങളുണ്ടാകുമെന്ന് ചില യഹൂദന്മാർ പഠിപ്പിച്ചിരുന്നു അന്നത്തെ കാലത്തിൽ. അതുകൊണ്ടാണ്, എന്നാൽ ക്രിസ്ത്യാനികളായ നമുക്ക് വേറെ ഒരു യാഗപീഠമുണ്ട്. അത് മൃഗങ്ങളെ യാഗം കഴിക്കുന്ന സ്ഥലമല്ല. യേശു സ്വന്തം ശരീരം യാഗം കഴിച്ച അൾത്താര. ഈ യാഗപീഠം പുതിയ ഉടമ്പടിയുടെ ആത്മീകമായ അൾത്താരയാണ്. ഈ യാഗപീഠം ആത്മീകമായ അൾത്താരയാണ് ഉടമ്പടിയുടെ. അവിടെ നിന്ന് കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിക്കുവാൻ ആവശ്യമില്ല. ആത്മീകമായി ജീവിക്കുന്നവർക്ക് ഭക്ഷണം പ്രധാനമല്ല, പാനീയം പ്രധാനമല്ല, ഈ ശരീരമേ പ്രധാനമല്ല. ആത്മാവിന് വെള്ളം വേണ്ട, ഭക്ഷണം വേണ്ട, വായു വേണ്ട. ദൈവത്തിൻ്റെ ആത്മാവാണിത്. ചില ആൾക്കാർ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, ആത്മാവിൻ്റെ വീണ്ടെടുപ്പിന് പ്രാർത്ഥിക്കാറുണ്ട്. ആത്മാവും അല്ലെങ്കിൽ ദേഹവും ദേഹിയും ശരീരവും ഒരുമിച്ച് ചേരുന്ന മനുഷ്യനാണ് മാനസാന്തരപ്പെടേണ്ടത്. പുരോഹിതന്മാർക്ക് മറ്റെല്ലാ യാഗത്തിൻ്റെയും മാംസം ഭക്ഷിക്കാമായിരുന്നു അന്നത്തെ കാലത്ത്. എന്നാൽ പാപപരിഹാര യാഗത്തിൻ്റെ മാംസം ഭക്ഷിക്കുവാൻ അവകാശം ഇല്ലായിരുന്നു. പാപപരിഹാര യാഗത്തിൻ്റെ മാംസം ഭക്ഷിക്കുവാൻ അവകാശമില്ലായിരുന്നു. അങ്ങനെ പാപപരിഹാരത്തിനായി അർപ്പിച്ച മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയുന്നു. ആ വാക്യം ഒന്ന് വായിക്കാം നമുക്ക്. ലേവ്യർ 16:27. ശ്രദ്ധിക്കുക. പാപപരിഹാര യാഗത്തിൻ്റെ മാംസം ഭക്ഷിക്കുവാൻ അവകാശം ഇല്ലായിരുന്നു. അവിടെയാണ് യേശു പറഞ്ഞത്, ഇത് എൻ്റെ ശരീരം വാങ്ങി ഭക്ഷിപ്പിൻ. ശ്രദ്ധിക്കണേ, യേശു പറയുകയാണ്, ഇത് എൻ്റെ ശരീരം വാങ്ങി ഭക്ഷിപ്പിൻ. തുടർന്ന് യേശു പറയുകയാണ്, ഇത് എൻ്റെ രക്തം വാങ്ങി പാനം ചെയ്യുവിൻ. യാഗമാകാൻ പോകുന്ന യേശു ജീവനുള്ള യാഗമായി തീരുന്നതിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസമാണ് ഞാൻ പറഞ്ഞത്. യാഗമർപ്പിക്കുന്ന, പാപപരിഹാര യാഗമർപ്പിക്കുന്ന മൃഗത്തിൻ്റെ മാംസം ആരും ഭക്ഷിക്കുകയില്ല, പുരോഹിതന്മാരും ഭക്ഷിക്കുകയില്ല. പുരോഹിതന്മാരാരെന്ന് പറയുമ്പോൾ പുതിയ നിയമകാലത്തിൽ നമ്മളെല്ലാം രാജകീയ പുരോഹിത വർഗത്തിൻ്റെ ഭാഗമാണ്. നമ്മളെല്ലാവരും പുരോഹിതന്മാരാണ്. അതാണ് പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത. നമ്മളെല്ലാവരും ഏക ശരീരത്തിൻ്റെ ഭാഗമാണ്. അല്ലാതെ ഇവിടെ നിൽക്കുന്ന ഞാനും അവിടെ ഇരിക്കുന്ന നമ്മുടെ കൊയറിൻ്റെ കൺവീനറും കൊയറിലിരിക്കുന്നവരും ഇങ്ങനെ ഓരോരുത്തരല്ല. നമ്മളെല്ലാം യേശുവിൻ്റെ ഭാഗമാണ്. വിളിച്ച് വേർതിരിച്ച പുരോഹിത വർഗമാണ് നാം. ഒരിക്കലും മറന്നു കളയരുത്. അതുകൊണ്ടാണ് നമുക്ക് തന്നെ പ്രാർത്ഥിക്കുവാൻ കഴിയും.
നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയും. നമുക്ക് സഭയിലെ എല്ലാവരെയും മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കുവാൻ കഴിയും. പഴയ നിയമത്തിൽ പാപപരിഹാര യാഗത്തിൻ്റെ ആ അർപ്പിക്കുന്ന മൃഗത്തിൻ്റെ മാംസം കഴിക്കുവാൻ പാടില്ല. എന്നാൽ പുതിയ നിയമത്തിൽ പാപപരിഹാര യാഗമായി തീർന്ന യേശു പറയുകയാണ്, ഇതാ എൻ്റെ ശരീരം, വാങ്ങി ഭക്ഷിക്കുക. ഇതാ എൻ്റെ രക്തം, വാങ്ങി പാനം ചെയ്യുക. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഈ പാപപരിഹാരം അർപ്പിച്ച മൃഗങ്ങളുടെ മാംസം കഴിക്കില്ല. അതിൻ്റെ ഉടൽ, ആ യാഗം കഴിച്ചതിന് ശേഷം അതിൻ്റെ ഉടൽ പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയുന്നു. വായിക്കാമോ? ലേവ്യർ 16:27. കൊണ്ടുപോയ പാപയാഗത്തിന്റെ കാളയെയും കോലാട്ടുകൊറ്റനെയും പാളയത്തിന് പുറത്ത് കൊണ്ടുപോകുകയാണ്. ഉണ്ട്. അവിടെ രക്തം വിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ബാക്കിയുള്ള ഉടലും എല്ലാം പാളയത്തിൻ്റെ പുറത്ത് കൊണ്ടുപോകും. ആ പാളയത്തിന് പുറത്ത് എന്താണുള്ളത്? നിങ്ങൾ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാളയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പാളയമല്ല, നഗരം, യെരുശലേം നഗരം. ആ നഗര കവാടത്തിന് വെളിയിൽ പാളയത്തിന് പുറത്ത് അവിടെയുള്ളത് കുഷ്ഠരോഗികൾ, അന്ധർ, മറ്റ് അംഗഹീനർ, കുരുടർ, പാവപ്പെട്ട ജനം, അതായത് മറുജാതിയിലുള്ളവർ, യഹൂദന്മാരല്ലാത്ത എല്ലാവരും, കഷ്ടമനുഭവിക്കുന്നവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ഇവരൊക്കെയാണ് പാളയത്തിന് അല്ലെങ്കിൽ യെരുശലേം നഗരത്തിന് പുറത്തുള്ളത്. അപ്പോൾ അകത്ത് പാപപരിഹാര യാഗമർപ്പിച്ച യാഗമൃഗത്തിൻ്റെ രക്തം വിശുദ്ധ സ്ഥലത്ത് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഉടൽ പാളയത്തിന് പുറത്ത്. എന്ന് പറഞ്ഞാൽ ഈ യഹൂദന്മാർ ഈ കഷ്ടമനുഭവിക്കുന്നവരെ, രോഗമുള്ളവരെ, അംഗഹീനരെ, താഴ്ചയിലിരിക്കുന്നവരെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കണക്കാക്കിയിരുന്നത് ഈ ശേഷിച്ച യാഗമർപ്പിച്ച മൃഗത്തിൻ്റെ ഉടലിന് ചത്തതിന് തുല്യമായാണ്. അവർക്ക് യെരുശലേം നഗരത്തിൽ പ്രവേശനമില്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ നഗരത്തിൻ്റെ ഉള്ളും അതിൻ്റെ വെളിയിലും എന്നുള്ളതിന് വളരെ വ്യത്യാസമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ പാളയത്തിനകത്തല്ല, നഗരത്തിനകത്തല്ല, അതിൻ്റെ പുറത്താണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ പാളയത്തിന് പുറത്ത് ആരുടെ അടുക്കൽ പോകണം? യേശുവിൻ്റെ അടുക്കൽ പോകണം. യേശു ഉള്ളത് നഗരത്തിൻ്റെ ഉള്ളിലല്ല, നഗരത്തിൻ്റെ പുറത്തിൽ. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കൂടെ, രോഗികളുടെ കൂടെ, കുഷ്ഠരോഗികളുടെ കൂടെ, അന്ധരുടെ കൂടെ, അംഗഹീനരുടെ കൂടെ. അവർക്കാണ് യേശു പറഞ്ഞ പോലെ വൈദ്യനെ കൊണ്ട് മാത്രമാണ് രോഗിക്ക് ആശ്രയം. രോഗം ഇല്ലാത്തവന് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. എവിടെയാണ് കുറവുള്ളത്, എവിടെയാണ് ആവശ്യമുള്ളത്, അവിടെയാണ് യേശു ഉള്ളത്. അപ്പോൾ ഈ ലേവ്യ പുസ്തകത്തിലെ ഭാഗം ഇപ്പോൾ വായിച്ചു കേട്ടു. രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഉടൽ പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി ചുട്ടുകളയുന്നു. അപ്പോൾ അത് ചുട്ടുകളയുമ്പോൾ അതിൻ്റെ ഗന്ധമൊക്കെ ശ്വസിച്ചുകൊണ്ട് അവിടെ ആയിരിക്കുന്നത് പാവപ്പെട്ട ജനം. യേശുവും പാളയത്തിന് അല്ലെങ്കിൽ നഗരത്തിന് പുറത്താണ് മരിച്ചത്. യേശു മരിച്ച ഗോൽഗോഥ മല എന്ന് പറയുന്നത് നഗരത്തിന് പുറത്താണ്. ഇന്ന് വായിച്ച ഭാഗത്തിൽ 13-ാം അധ്യായം 11 കാണുവാൻ കഴിയും. അതായത് യെരുശലേം നഗരവാതിലിന് പുറത്തു വച്ചാണ് യേശു മരണപ്പെടുന്നത്. യോഹന്നാൻ അത് വ്യക്തമായി പറയുന്നു. യോഹന്നാൻ സുവിശേഷം 19:20 യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിന് വെളിയിലായിരുന്നു. അങ്ങനെ യേശുവിൻ്റെ കുരിശിലുള്ള യാഗത്തിലൂടെ, അതായത് യേശുവിൻ്റെ രക്തം ചിന്തിയതിലൂടെ, യേശു വിശ്വാസികളെ, യഹൂദന്മാർ അശുദ്ധരായി കരുതിയിരുന്ന കുഷ്ഠരോഗികൾ ഉൾപ്പെടെയുള്ളവരെ വിശുദ്ധരാക്കി തീർത്തു. വായിക്കാം എബ്രായർ 10:10-14. യേശുക്രിസ്തുവിൻ്റെ പരമയാഗത്തിലൂടെ യേശു യെരുശലേം നഗരവാതിലിന്
വെളിയിൽ വെച്ച് കഷ്ടമനുഭവിച്ചതുകൊണ്ട്, ക്രൂശിക്കപ്പെട്ടതുകൊണ്ട്, രക്തം ചിന്തിയതുകൊണ്ട് അവിടെ ആയിരിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, അശുദ്ധരെ വിശുദ്ധരാക്കി തീർത്തു. വായിക്കാം എബ്രായർ 10:10-14. ഒന്നുകൂടെ വായിക്കാം, 10-14. നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. 14 കൂടെ. നമുക്ക് സൽഗുണ പൂർത്തി വരുത്തുവാൻ ഒരൊറ്റയാഗം, ഏകയാഗം മുഖാന്തരം നാം വിശുദ്ധി പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നാം പാളയത്തിന് പുറത്ത് ചെല്ലണം. യേശുവിനെ കാണണമെങ്കിൽ പാളയത്തിന് പുറത്ത് ചെല്ലണം. യേശുവിനെ നാം കണ്ടുമുട്ടണമെങ്കിൽ കുഷ്ഠരോഗിയുടെ അടുത്ത് പോകണം. യേശുവിനെ കണ്ടുമുട്ടണമെങ്കിൽ അംഗഹീനരുടെ അടുത്ത് നാം പോകണം. യഹൂദ ക്രിസ്ത്യാനികൾക്ക് പാളയത്തിന് പുറത്ത് ചെല്ലുന്നത് യെരുശലേം വിടുന്നതിൻ്റെയും തങ്ങളുടെ പഴയ മതം വിടുന്നതിൻ്റെയും തങ്ങളുടെ വസ്തുവകൾ സുരക്ഷിതവും എല്ലാം വിടുന്നതിൻ്റെയും പ്രതീകമായിരുന്നു. അവരൊരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. നമുക്കറിയാം, അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ സകലതും വിട്ട് താൻ കാണുവാനിരിക്കുന്ന കണ്ട സ്ഥലമല്ല, കാണുവാനിരിക്കുന്ന സ്ഥലത്തേക്ക് സകലതും വിട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്ന, ആഗ്രഹിക്കുന്ന ഏവരും ആ പാപത്തിന് പുറത്തവൻ്റെ അടുക്കൽ ചെല്ലണം. അതായത് അവർ തങ്ങളുടെ പഴയ മതവും പഴയ രീതികളും പഴയ പാപ സ്വഭാവവും പഴയ ജീവിതവും വിടണം. മോശയുടെ കാലത്ത് മോശ മിസ്രയീമിലെ സമ്പത്തുക്കളെ വിട്ട് ക്രിസ്തുവിൻ്റെ നിന്ന ഏറ്റെടുത്തു. വായിക്കാം എബ്രായർ 11:26. മോശ താൻ ജീവിച്ചു വന്നപ്പോൾ അവന് വളരെ സമ്പാദിക്കാനും ഒരുപാട് അനുഗ്രഹങ്ങളും ഉണ്ടായിരുന്ന ആ സ്ഥലം വിട്ട് കഷ്ടപ്പെടുന്നവൻ്റെ കൂടെ പോയി. വായിക്കാം എബ്രായർ 11:26. വാക്യം ഒന്നുകൂടെ ഒന്ന് വ്യക്തമായിട്ട് വായിക്കണേ. നിർത്തി ആ മുഴുവൻ വാക്യവും. 26. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന പേര് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും. എവിടെയാണ് ഇപ്പോൾ മോശ? ഫറവോൻ്റെ കൊട്ടാരത്തിൽ രാജാവിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുന്നത് വിട്ട്, വായിക്കാം, മിസ്രൈമിൽ തനിക്ക് ഒരുക്കിയിരുന്ന രാജാവിൻ്റെ നിക്ഷേപങ്ങളെക്കാൾ, എന്ത് അനുഗ്രഹിക്കപ്പെട്ട വാക്യം നോക്കി, ക്രിസ്തുവിൻ്റെ നിന്ന ഏറ്റവും വലിയ ധനം. അണ്ടർലൈൻ ചെയ്യണം അത് ഹൃദയത്തിൽ. ക്രിസ്തുവിൻ്റെ നിന്ന ഏറ്റവും വലിയ ധനം. അതും ഈ വാക്യം കൂടെ ചേർത്ത് വായിച്ചു നോക്കി. ക്രിസ്തുവിൻ്റെ നിന്ന ഏറ്റവും വലിയ ധനം. ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് യേശുവിൻ്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ അത് തന്നെയാണ് മോശ ചെയ്തത്. നിന്ദിക്കപ്പെട്ടവരുടെ അടുക്കൽ, കഷ്ടമനുഭവിച്ചവരുടെ അടുക്കലേക്ക് മോശ പോകുന്നു. ഇത് യേശു എടുത്തു പറയുകയാണ്, ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഇതൊരിക്കൽ ഒരു ദിവസം മർക്കോസ് സുവിശേഷം 8:34 അച്ഛൻ ധ്യാനിച്ചതാണ്. തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അങ്ങനെ വീണ്ടും മത്തായി പറയുന്നു 10:37, എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ അവരവരുടെ ക്രൂശ് എടുക്കാത്തവൻ
യേശുവിന് യോഗ്യനല്ല. ആർക്കാണ് ഈ ഭൂമിയിൽ കഷ്ടമില്ലാത്തത്? ആർക്കാണ് ഈ ഭൂമിയിൽ രോഗമില്ലാത്തത്? ആർക്കാണ് ഈ ഭൂമിയിൽ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഇല്ലാത്തത്? എല്ലാവർക്കും ഈ പ്രതിസന്ധി, അത് ഓരോ ക്രൂശാണ്. കൂടുതലായിട്ട് യേശുവിൻ്റെ ആ കഷ്ടം സഹിക്കുമ്പോൾ, യേശുവിൻ്റെ വചനം നാം ഉൾക്കൊള്ളുമ്പോൾ അനേകവിധമായ കഷ്ടങ്ങൾ വരും. അവിടെയാണ് നമ്മുടെ വിശ്വാസം ഉരച്ചു നോക്കുന്ന സമയം. സ്വർണം വിൽക്കാൻ ജ്വല്ലറിയിലോ മറ്റു സ്ഥലത്തോ കൊണ്ടുപോയി ആ സ്വർണം എടുത്ത് അവർ ഒരു ഒരകല്ല് ഉരച്ച് നോക്കും, അത് യഥാർത്ഥ സ്വർണ്ണമാണോ എന്ന്. നമുക്ക് ചിലപ്പോൾ സങ്കടം വരും, നമ്മുടെ സ്വർണ്ണമൊക്കെ പിന്നെ ഉരച്ച് കളഞ്ഞിട്ടാണ് അത് തൂക്കി നോക്കുന്നത്. അവിടെ വേറെ ഒന്നും പറയാൻ പറ്റില്ല. ശോധന ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് പാഠമായി വായിച്ച ഭാഗത്തിൽ ഏറ്റവും അവസാനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിലോട്ട് എത്തും, സമയമാകുമ്പോൾ ഞാൻ നിർത്തും, അത് എത്തുമോ എന്നറിയില്ല. പാളയത്തിന് പുറത്ത് ദൈവത്തിൻ്റെ ഏകപുത്രൻ ക്രൂശ് എടുത്തു കൊണ്ടുപോവുകയാണ്. നാം ചിന്തിച്ചു, യേശുവിൻ്റെ കാലത്ത് കുരിശ് വളരെ നിന്ദാസൂചകമായിരുന്നു. ഈ നിന്ന ചുമന്നുകൊണ്ട് യേശു പാളയത്തിന് പുറത്ത് പോയി. യോഹന്നാൻ സുവിശേഷം 19:12 കാണാം. അതുപോലെ നാമും നമ്മുടെ കുരിശെടുത്ത് അവൻ ചുമന്ന നിന്ന ചുമക്കുന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് ചെല്ലണം. യേശുവിൻ്റെ ജീവിതത്തെ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജീവിതത്തിൽ വഹിച്ചാൽ തീർച്ചയായിട്ടും നിന്നയും പരിഹാസവും ഉണ്ടാകും, നിശ്ചയം. യേശുവിൻ്റെ സത്യസുവിശേഷത്തെ നാം നമ്മുടെ ജീവിതത്തിൽ വഹിച്ചാൽ യേശു ഏറ്റ നിന്ന ഉണ്ടാകും. എന്ത് ചെയ്തിട്ടാ യേശുവിനെ തുപ്പിയത്? യേശു എന്ത് ദോഷം ചെയ്തിട്ടാണ് യേശുവിനെ നിന്ദിച്ചത്? യേശു എന്ത് ദോഷം ചെയ്തിട്ടാണ് യേശുവിനെ കഷ്ടപ്പെടുത്തിയത്? സകല തിന്മയും, ബാക്കി പറയൂ, സകല തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങൾ പറയാമോ? സന്തോഷിപ്പിൻ. സകല തിന്മയും, അത് തിന്മ കളവായിരിക്കണം കേട്ടോ, അത് വളരെ പ്രധാനമാണ്. ബൈബിളിലെ വാക്യം അങ്ങനെയാണ്, സകല തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങൾ സന്തോഷിപ്പിൻ, നിങ്ങൾക്ക് പ്രതിഫലം എവിടെ? സ്വർഗത്തിലാണ്. സകല തിന്മയും കളവായി പറയുമ്പോൾ സന്തോഷിപ്പിൻ. സകല തിന്മയും കളവായി പറയുമ്പോൾ സന്തോഷിപ്പിൻ. എൻ്റെ ജീവിതത്തിൽ ഇതിനു മുമ്പും ഇവിടെ വന്നിട്ടും എവിടെ എന്തൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടോ, എവിടെ എന്തൊക്കെ ആരോടെ പറഞ്ഞിട്ടുണ്ടോ, അത് സത്യം സത്യം സത്യമാണെന്ന് ഈ ആരാധനയിൽ പറയുകയാണ്. പക്ഷേ എനിക്ക് എതിരെ പറഞ്ഞ കാര്യങ്ങൾ അവർ നോക്കിക്കോട്ടെ. പാവപ്പെട്ട ഞാൻ ആരെയൊക്കെ വണ്ടി കയറ്റി കൊല്ലാൻ ശ്രമിച്ചു. ഇത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് വരുന്നത് യേശു സഹിച്ച നിന്നയാണ്. അതുകൊണ്ടാണ് അത് പറയാതിരിക്കുവാൻ തരമില്ല. ആകയാൽ അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് യേശുവിൻ്റെ അടുക്കൽ ചെല്ലും. ഞാൻ മാത്രമല്ല, ഞാനും ഞങ്ങളുടെ സെക്രട്ടറിയും ഞങ്ങളുടെ ഒരു കമ്മിറ്റി അംഗവും ബഹുമാനപ്പെട്ട അച്ഛനും കൂടെ വണ്ടി കയറ്റി കൊല്ലാൻ ശ്രമിച്ചു. ആരെയൊക്കെ എഴുതി കൊടുക്കുന്നതിനൊരു സത്യസന്ധത വേണ്ടേ? വളരെ സങ്കടമുണ്ട്. അവരോടൊക്കെ ക്ഷമിക്കാനൊക്കെ തയ്യാറാണ് ഞാനും. കാരണം യേശു യൂദയോട് ക്ഷമിച്ചില്ലേ? യേശു എന്തുമാത്രം വ്യക്തികളോട് ക്ഷമിച്ചു. കർത്താവിൻ്റെ കൃപ വെളിപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിലെ അനുഭവത്തിലൂടെയാണ്. ശത്രുവിനെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ കരം. ആകയാൽ അവൻ്റെ യേശുവിൻ്റെ നിന്ന ചുമന്നുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ പാളയത്തിന് പുറത്ത് പോവുക. അവൻ ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് ചെല്ലണം. ഞാൻ ഒന്നുകൂടെ പറയുന്നു, നാം നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ നിന്ന ചുമക്കുക എന്ന് പറഞ്ഞാൽ, തുപ്പുമ്പോൾ, യേശുവിനെ സുവിശേഷിക്കുമ്പോൾ, കർത്താവിൻ്റെ വിശുദ്ധമായ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമുക്കെതിരെ വരുന്ന കൂരമ്പുകൾ, നിന്ന, കഷ്ടം, ക്രൂശീകരണം, മരണം തന്നെ ഉണ്ടായാലും അവിടെ ഉറച്ച വിശ്വാസം ഉണ്ടാകും. പ്രത്യക്ഷതയിൽ കർത്താവ് നമ്മെ സ്വർഗത്തിലിരുത്തുമെന്ന്.
നമ്മിൽ ആരും സ്വന്തം പരാജയമോ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ വീട് വിട്ടു പോകാൻ, നമ്മുടെ പഴയ രീതി വിട്ടു പോകാൻ, പഴയ ജീവിതം വിടുവാൻ ആഗ്രഹിക്കുന്നില്ല പൊതുവിൽ. എന്നാൽ പൂർണ്ണമായ യേശുവിലാകുമ്പോൾ ഈ കാര്യങ്ങളിൽ നാം ആശ്രയം വയ്ക്കും. ഒരിക്കലും വയ്ക്കില്ല. ഈ ലോക കാര്യങ്ങളിൽ ആശ്രയം വയ്ക്കില്ല. അതൊരിക്കലും നമുക്ക് ആത്മീയ ജീവിതത്തിൽ ഗുണം ചെയ്യുകയുമില്ല. ഈ കാര്യങ്ങളെല്ലാം അഴിഞ്ഞു പോകും. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരം ഇല്ല. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ കല്ലെറിഞ്ഞ് കൊല്ലുമായിരിക്കും. ഭയമില്ല. കാരണം എന്തെന്നറിയാമോ? കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ഉച്ചയ്ക്ക് നമ്മുടെ ദക്ഷിണ മഹാടവ ബിഷപ്പ് തിരുമേനി ഡോക്ടർ പ്രസന്നച്ചൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞത് യെശയ്യാ പ്രവചനത്തിലൊരു വാക്യമാണ്. ഇതാണ് ആ വാക്യം: ശത്രുക്കളെ ചെകിട്ടത്തടിക്കുമ്പോൾ ഞാൻ എൻ്റെ കവിളുകളെ തീക്കല്ലാക്കിയിരിക്കുന്നു. തീക്കല്ല് ബൈബിളിലെ വാക്യമാണ്. ഞാൻ ഒരു ദിവസം പ്രസംഗിക്കാം. ചെകിടിനെ തീക്കല്ലാക്കിയിരിക്കുന്നു. അടിക്കുന്ന ആളിൻ്റെ കൈ പൊള്ളിപ്പോവുകയുള്ളൂ. അതാണ് യേശുവിനെ നിന്ദിച്ചപ്പോഴും യേശുവിനെ അടിച്ചപ്പോഴും സംഭവിച്ചത്. മാനുഷികമായിട്ടുള്ള അടിയേറ്റ വീഴും, ചിലപ്പോൾ മരിക്കും. പക്ഷേ മൂന്നാമത്തെ ദിവസം ഇതിനെല്ലാത്തെ അതിജീവിച്ചുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റു. ഈ കാര്യങ്ങളെല്ലാം ഈ ലോകത്തിലുള്ള അഴിഞ്ഞു പോകും. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല. യേശുവിൻ്റെ മരണം കഴിഞ്ഞ് 40 വർഷത്തിനുള്ളിൽ യെരുശലേം നഗരം മുഴുവനും, റോമാക്കാർ മുഴുവനും പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ട ചരിത്ര സംഭവം. ക്രിസ്തുവിൽ ആശ്രയം വച്ചിരിക്കുന്ന നാം ഒരു ഭൗമിക നഗരമല്ല അന്വേഷിക്കുന്നത്, മറിച്ചൊരു സ്വർഗീയ നഗരം, സ്വർഗീയ യെരുശലേം, ഇളകാത്ത ഒരു രാജ്യം. അവിടെ ഒരു ശത്രുവിനും ഒരു പിശാചിനും അവിടെ ഇടമില്ല. അവനെ ആരെയും തകർത്ത് കളയുവാൻ കഴിയുകയില്ല. ആ യേശുവിൻ്റെ യാഗം ഏറ്റവും വലിയതാണ്. നാം ആ ഉയരത്തിലുള്ള സ്വർഗത്തെ അന്വേഷിക്കണം. സ്വർഗീയ യെരുശലേമിന് വേണ്ടി കാത്തിരിക്കണം. ഇളകാത്ത രാജ്യത്തിന് വേണ്ടി നാം അന്വേഷിക്കണം. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൻ്റെ ഈ സന്ധ്യയിൽ കർത്താവ് ഞങ്ങളുടെ സങ്കടങ്ങളെ അറിയുന്ന ദൈവമാകയാൽ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നിന്ദിക്കപ്പെടുമ്പോൾ, പരിഹസിക്കപ്പെടുമ്പോൾ, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കൂടുതലായിട്ട് കർത്താവിൽ ആശ്രയിപ്പാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. ഈ നോമ്പിൻ്റെ നാളുകളിൽ ദൈവത്തിൻ്റെ ദർശനം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചിന്തിക്കുന്നത് നല്ലത് ചിന്തിക്കുവാൻ, അത് തന്നെ പറയുവാൻ, അത് തന്നെ പ്രവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. യേശു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയമായ യാഗം കഴിക്കുവാൻ ഞങ്ങൾ കർത്താവേ വിശുദ്ധ പുരോഹിത വർഗമാണ് എന്ന ബോധ്യത്തോടെ ഞങ്ങൾ അതിലേക്ക് വേണ്ടി പണിയപ്പെടുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ. ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുവാൻ, ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കപ്പെടുവാൻ, സ്നേഹത്തിൻ്റെ പ്രവൃത്തികളിലൂടെ നാം ദൈവത്തിന് യാഗമർപ്പിക്കുവാൻ, കരുണ, സ്നേഹം, വിശ്വസ്തത എന്നിവയിലൂടെ യാഗം കഴിപ്പാൻ, നാം നമ്മുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി സമർപ്പിപ്പാൻ, ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ള യാഗം നമ്മുടെ ശരീരങ്ങൾ നൽകിയതാണെന്ന് ഓർത്തുകൊണ്ട് ജീവനുള്ള യാഗമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. രാത്രിയിൽ അങ്ങ് കൂടെ ഉള്ളതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ഞങ്ങളെല്ലാവരെയും വഹിച്ചതിനായി സ്തോത്രം. രോഗാവസ്ഥയിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിൻ്റെ അടിപ്പിഴാളുടെ സൗഖ്യം കാൽവരി ക്രൂശിലൂടെ ഒഴുകിയ രക്തം കൊണ്ട് മുദ്രയിടുകയും ദൈവമേ സൗഖ്യം നൽകുകയും ചെയ്യണമേ. ശാരീരികമായിട്ടുള്ള എല്ലാ ബലഹീനതയിൽ നിന്നും ദൈവം വിടുവിക്കുകയും അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ കൂടെ ഇരുന്ന് വഴി നടത്തും. അന്ത്യത്തോളം അങ്ങയുടെ കൃപയിൽ നിലനിൽപ്പാൻ, ഞങ്ങളുടെ ശരീരത്തിൽ ശ്വാസം ഉള്ളിടത്തോളം കർത്താവിന് വേണ്ടി നിലനിൽപ്പാൻ ദൈവമേ ഞങ്ങളെ സമർപ്പിക്കുന്നു. രാത്രിയിൽ മടക്കയാത്രയിൽ കൂടെയിരിക്കും. ആപത്ത് അനർത്ഥങ്ങളിൽ വിടുവയ്ക്കും. രാവിലെ അങ്ങയുടെ മുഖം കണ്ടുണർന്ന് ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്ക് പോകുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കും. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ആശീർവാദം, സമാധാനത്തോടെ ആശീർവാദം കൈക്കൊള്ളുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും നാം ഏവരോടും ഇന്ന് ഞങ്ങൾ വചനത്തിലൂടെ ശ്രവിച്ച ആത്മീയ മർമ്മത്തിൻ്റെ ഞങ്ങളുടെ ജീവിതത്തിലെ
എല്ലാവിധമായ നന്മകളോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോടെ വന്ദനം നിനക്കാമേ, മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേ.